അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം, കഴിഞ്ഞ ദിവസം ഒരു ഓപ്പൺ സ്റ്റേജ് പരിപാടിയിൽ ഒരു പ്രഭാഷണം ഞാൻ നടത്തുകയുണ്ടായി. അപ്പോൾ ആ പ്രഭാഷണത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ അതിപ്രസക്തമാണ്, നിങ്ങളിലേക്കത് എത്തിക്കണമെന്ന് തോന്നി. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ കേട്ടിരിക്കേണ്ട, മനസ്സിലാക്കേണ്ട, ആണും പെണ്ണും വ്യത്യാസമില്ലാതെ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങൾ. അതറിയാതെ പോയാൽ വലിയ നഷ്ടമുണ്ടാകും. ആ നഷ്ടമുണ്ടാവാതിരിക്കാൻ ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങൾ നമുക്ക് കേട്ട് പഠിച്ച് ജീവിതത്തിൽ അമൽ ചെയ്യാം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആ പ്രഭാഷണത്തിൻ്റെ കുറച്ചു ഭാഗം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ നമുക്ക് അടുക്കാൻ പറ്റുന്ന ഒരു വാക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളൊക്കെ ഒരുപാട് ദിക്റുകൾ പറയുന്നവരാണ്. സുബ്ഹാനല്ലാഹ് എന്ന ദിക്ർ പറയുന്നവരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ പറയുന്നവരാ, അതുപോലെ തന്നെ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളൊക്കെ നമ്മൾ പറയുന്നവരല്ലേ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്ക് ഏതാണെന്നറിയോ? അല്ലാഹുവിന്റെ അടിമ പറയുന്ന വാക്കുകൾ അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വാക്ക് ഏതാണെന്നറിയോ? ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബിമാരും ഒരു യുദ്ധം കഴിഞ്ഞ് യുദ്ധക്കളത്തിൽ വിശ്രമിക്കുകയാ. ഒരു യുദ്ധം കഴിഞ്ഞ് യുദ്ധക്കളത്തിൽ വിശ്രമിക്കുന്ന സമയത്ത് ആ യുദ്ധക്കളത്തിലേക്ക് ഒരു ഉമ്മ ഓടി വരികയാ. ആ ഉമ്മ ഓടി വന്നിട്ടതാ യുദ്ധക്കളത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാ. എന്നിട്ട് ആ ഉമ്മ ഇങ്ങനെ അലറി വിളിക്കുന്നുണ്ട്, അട്ടഹസിക്കുന്നുണ്ട്. അല്ലാ, എന്റെ മകനെ കാണുന്നില്ലല്ലോ, എന്റെ പൊന്നുമോനെ കാണുന്നില്ലല്ലോ. ആ ഉമ്മ യഥാ അട്ടഹസിക്കുകയാണ്, ഒച്ചത്തിൽ ഇങ്ങനെ സംസാരിക്കുകയാ. കുറച്ചു കഴിഞ്ഞ് ആ യുദ്ധക്കളത്തിന്റെ ഒരു മൂലയിൽ നിന്നും അതാ തന്റെ കുഞ്ഞുമോനെ വാരിയെടുത്തുകൊണ്ട് ആ ഉമ്മ ഇങ്ങനെ അതാ ഓടി വരുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബിമാരോട് ചോദിക്കുകയാണ്, സ്വഹാബാ, ആ ഉമ്മാക്ക് ആ മകനോടുള്ള സ്നേഹം നിങ്ങൾ കണ്ടോ? അനുകമ്പ നിങ്ങൾ കണ്ടോ? കരുണ നിങ്ങൾ കണ്ടോ? ആ ഉമ്മ തന്റെ മകനെ വാരിയെടുത്തുകൊണ്ട് ചുടുചുടാ ചുംബനം കൊടുക്കുകയാ, തുരുതുരാ ചുംബനം കൊടുക്കുകയാ, തന്റെ മാറോട് ചേർത്ത് പിടിക്കുകയാ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുകയാണ്, സ്വഹാബാ, ആ ഉമ്മ തന്റെ മകനെ ഒരു വലിയ തീക്കുണ്ടാരത്തിലേക്ക് നിങ്ങൾ ഇടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരു തീക്കുണ്ടാരത്തിലേക്ക് ആ ഉമ്മ തന്റെ മകനെ വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ സമയത്ത് സ്വഹാബിമാര് പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, ഇല്ല നബിയേ, ഇല്ല നബിയേ. ആ ഉമ്മ ഒരിക്കലും തന്റെ മകനെ അതാ തീക്കുണ്ടാരത്തിലേക്കൊന്നും വലിച്ചെറിയൂല. എന്തിനാണ് തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നത്? ചുട്ടുപൊള്ളുന്ന ഒരു മണൽത്തരി പോലും ആ കുഞ്ഞിന്റെ ശരീരത്തിൽ വന്ന് പതിക്കാൻ ആ ഉമ്മ സമ്മതിക്കില്ല നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആ ഉമ്മാക്ക് ആ കുട്ടിയോടുള്ള സ്നേഹമുണ്ടല്ലോ, ആ സ്നേഹത്തിന്റെ നൂറുകണക്കിനല്ല, ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിനല്ല, കോടിക്കണക്കിന് സ്നേഹമാണ്, അനുകമ്പയാണ്, ഇഷ്ടമാണ് അല്ലാഹുവിന് അവന്റെ അടിമയോട് ഉള്ളതെന്ന് അല്ലാഹുവിന്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആ അല്ലാഹുവിന് അവന്റെ അടിമകളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകുന്ന സന്ദർഭമേതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് ഒരിക്കൽ സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബ, നിങ്ങൾക്ക് ഞാൻ ഒരു ദിക്ർ പറഞ്ഞു തരാം, നിങ്ങൾക്ക് ഞാൻ ഒരു തസ്ബീഹ് പറഞ്ഞു തരാം. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ദിക്ർ പറഞ്ഞു കഴിഞ്ഞാൽ റഹ്മാനായ പടച്ചവനുണ്ടല്ലോ, ആ റഹ്മാനായ പടച്ചവന് അവന്റെ അടിമകളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകുന്നതാണ്. പിന്നെയോ ആ പറയുന്നവന് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം അല്ലാഹു കൊടുക്കുന്നതാണ്. തീർന്നില്ല, അവനെ സ്വർഗത്തിൽ അല്ലാഹു ശുഹദാക്കളുടെ കൂടെയായിരിക്കും ഒരുമിച്ച് കൂട്ടുക. പിന്നെയോ അവന്റെ റിസ്കിൽ, അവന്റെ ഭക്ഷണത്തിൽ, അവന്റെ വെള്ളത്തിൽ, അവന്റെ വീട്ടിൽ, അവന്റെ വസ്ത്രത്തിൽ, അവന്റെ കച്ചവടത്തിൽ, എല്ലാത്തിലും അല്ലാഹു ബറക്കത്ത് കൊടുക്കുമെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ അതുകൊണ്ട് പറഞ്ഞു നിർത്തിയില്ല. എന്നിട്ട് പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ ദിക്ർ പറഞ്ഞു കഴിഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ ഒരുപാട് തെറ്റുകളുണ്ടല്ലോ, ആ തെറ്റ് 10 ആവട്ടെ, 100 ആവട്ടെ, 1000 ആവട്ടെ, 2000 ആവട്ടെ, 1,00,000 ആവട്ടെ, 10,00,000 ആവട്ടെ, 1 കോടിയാവട്ടെ, 10 കോടി പാപങ്ങൾ ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു അവനിക്ക് പുറത്തു കൊടുക്കുമെന്ന് ലോകത്ത് ഇതുവരെ കളവ് പറയാത്ത സ്വാദിഖേ മുഖ്ബിറേ നബി മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. റിസാലത്തിന്റെ നാവ് കൊണ്ടാ നബി തങ്ങൾ പറഞ്ഞത്. കഴിഞ്ഞുപോയ ഏത് പാപങ്ങളുണ്ടോ അല്ലാഹു പുറത്തു കൊടുക്കുന്നതാ. അല്ലാഹുവിന് ഈ ദിക്ർ പറയുന്ന മനുഷ്യനോട് ഇഷ്ടമുണ്ടാകുന്നതാ. സ്വഹാബിമാര് ചോദിക്കുകയാണ്, നബിയേ ഏതാണ് ആ ദിക്ർ? ഞങ്ങൾക്കും ഒന്ന് പറഞ്ഞു തരുമോ നബിയേ? ഞങ്ങൾക്കും അത് കേൾക്കാൻ താല്പര്യമുണ്ട്, ഞങ്ങൾക്കും അത് പറയാൻ താല്പര്യമുണ്ട്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, സ്വഹാബ മൻ അകല തുആമാ, ഒരാള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എന്നിട്ടോ ഫഖാല, അവൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവൻ പറയുകയാണ്, എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്ന ഒരു ദിക്ർ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ 10 കോടി പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. പറയോ എന്റെ പൊന്നുസ്താദേ, എന്തോരോ അത് അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. എന്താ നീട്ടം! ഇതൊന്നും പറയാൻ പറ്റൂല. വേണ്ട, ഒരു അൽഹംദുലില്ലാ പറയാൻ പറ്റും. ഒരു അൽഹംദുലില്ലാ പറഞ്ഞാൽ മതി. കാവ്യ കൊടുക്കുന്നുണ്ട്. എത്ര പേര് ബിസ്മില്ലു കുടിക്കുന്നതിന് മുമ്പേ പറഞ്ഞു. എത്ര പേര് ബിസ്മില്ലു? ചൂടാണല്ലടാവേ, മധുരം ഇതാരുണ്ടാക്കി? അതായിരിക്കും നമ്മൾ പറയണം. ഈ അള്ളാന്റെ ഔലിയാക്കന്മാരെ പറ്റി പറയുന്നു. അമ്പങ്കുന്ന് ബീരാനൗലിയാന്ന് കേട്ടിട്ടുണ്ട്. അമ്പങ്കുന്ന് ബീരാനൗലിയ മൂപ്പരുടെ കാര്യം രസമാണ്. അള്ളാഹു താല അവരുടെയൊക്കെ കൂടെ അല്ലെ, ആ ഔലിയാക്കന്മാരുടെ കൂടെ അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ചേർക്കട്ടെ. അവരുടെ കാര്യം പറയുമ്പോ ഈ അമ്പങ്കുന്ന് ബീരാനൗലിയ കണ്ടാ നമ്മുടെ നാട്ടിൽ കറച്ചൊരു പൂപ്പ, ഒരു പാപ്പ ഒരു വടിയും കുത്തി പിടിച്ചിങ്ങനെ പോകുന്നു. അവരൊക്കെ അള്ളാഹുന്റെ ഔലിയാക്കന്മാരാണ്. മഹാനവരെ പറ്റി പറയുന്നത്, ഇങ്ങനെ പോകുന്ന വഴിക്ക് തെങ്ങ് കണ്ടാൽ തെങ്ങിലേക്ക് ഇങ്ങനെ നോക്കും. തേങ്ങ പടച്ച പടച്ചോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുറച്ചു കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോ ഒരു പ്ലാവ്, അതിൽ ചക്ക പടച്ച പടച്ചോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. കുറച്ചങ്ങോട്ട് പോകുമ്പോ എന്താ വേറെന്താ, മാങ്ങ കാണുന്നു, മാങ്ങ പടച്ച പടച്ചോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആൾക്കാർക്ക് ഭ്രാന്താണ്. സത്യത്തിൽ അവരാണോ ഭ്രാന്തന്മാര്, നമ്മളാണോ ഭ്രാന്തന്മാർ? നമ്മളൊരു തെങ്ങ് കണ്ടാൽ, അല്ലെങ്കിൽ ഒരു പ്ലാവ് കണ്ട, മാവ് കണ്ട, എന്താ പറയണ? ഇപ്രാവശ്യം അത് പോരല്ലോ, പൂക്കണ്ട്, പക്ഷെ ഈ മഴ വന്നിട്ട് അത് പോവാ അല്ലെ, ഇപ്രാവശ്യം കായ കുറവാ, ചക്കത് കൂഴയാണ്, വരിക്കയാണ്. ഇതല്ലേ നമ്മുടെ ചർച്ച. അവര് ചർച്ച ചെയ്യുന്ന ഒരു ചക്ക കാണുമ്പോ, ഒരു മാങ്ങ കാണുമ്പോ, പടച്ചോനെ ഇത് നീയാണല്ലോ സൃഷ്ടിച്ചത്, അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനക്കർഹൻ നീയല്ലാതെ മറ്റാരുമില്ല. അവര് നേരെ ചിന്തിക്കുക. നമ്മളോ ആ ചിന്ത പോലും പോയിട്ട് നമ്മൾ ചിന്തിക്കുക, മധുരം ഉണ്ടോ, പുളിയാണോ, കയ്പാണോ? അതാണ് ഔലിയാക്കന്മാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അല്ലാഹു തആല നമ്മളെ ഔലിയാക്കന്മാരാക്കിയിട്ടില്ല. അറിയാൻ പറ്റില്ല കേട്ടോ, 40 മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ഒരു ഔലിയ ഉണ്ടെന്നാ. നിങ്ങളുടെ വെണ്ണലയിലും ഉണ്ടാകും ഒരു ഔലിയ, വെണ്ണലയിലും ഉണ്ടാകും ഔലിയ, വെണ്ണലയിലും ഉണ്ടാകും ഒരു ഔലിയ താത്ത. 40 മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് ദുആക്ക് ഇജാബത്തുള്ള ഒരാളുണ്ടെന്നാണ്. ആരാണെന്ന് അറിയില്ല. നമ്മുടെ കൂടെ ചിലപ്പോ ബൈക്കിന് വന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്തുള്ള ആളായിരിക്കാം, ഇപ്പുറത്തുള്ള ആളായിരിക്കാം. അല്ലാഹു പടച്ചവനെ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സദസ്സിനെ നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങൾക്കുള്ള സന്തോഷം നീ നിലനിർത്തി തരണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ പറഞ്ഞു വന്നത് ഒരു ദിക്റാണ്. ഇപ്പൊ ഇത് കാണാതെ പറയണമെന്നില്ല. ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ, ആ മൊബൈൽ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങളൊക്കെ പറയുന്നതായിരിക്കും. മൊബൈൽ ഉണ്ടെങ്കിൽ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചോ.
റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഒരു പേപ്പറിൽ എഴുതണം. ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഒന്നെങ്കിൽ അടുക്കളയിൽ അല്ലെങ്കിൽ വാഷ് ബേസിന്റെ കൈ കഴുകില്ലേ അവിടെ അതങ്ങോട്ട് ഒട്ടിച്ചു വെച്ചു. കൈ കഴുകി ഭക്ഷണം കഴിച്ച് കൈ കഴുകിയിട്ട് പോകുമ്പോ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ 10 ലക്ഷം 10 കോടി പാപം പൊറുപ്പിച്ചിട്ട് പോവാം. അതുകൊണ്ട് ഇന്ന് തന്നെ ആ ഒരു ദിക്ർ എഴുതി വെച്ചാൽ വലിയ ഖൈറാണ്. ചെയ്യേണ്ടവർക്ക് ചെയ്യാം, പറഞ്ഞു എന്ന് മാത്രം. ചുരുങ്ങിയത് അൽഹംദുലില്ലാ എന്ന് പറയണം. അല്ലാഹ് നമുക്ക് എത്ര അനുഗ്രഹമാ തന്നത്, എത്ര അനുഗ്രഹമാ തന്നത്. ആ ദിക്ർ ഒന്നും കൂടി പറയാം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. അൽഹംദുലില്ലാഹില്ലദീ, അൽഹംദുലില്ലാ സർവസ്തുതിയും അല്ലാഹുവിന് നിനക്കാകുന്നു. അല്ലദീ എങ്ങനെയുള്ള അല്ലാഹുവാണ്. അത്അമനി ഹാദാ, അല്ലേ റബ്ബേ നീയാണ് എനിക്ക് ഈ ഭക്ഷണം തന്നത്, നീയാണ് എന്നെ ഈ ഭക്ഷണം ഭക്ഷിപ്പിച്ചത്. വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. റബ്ബേ ഈ ഭക്ഷണം ഉണ്ടാക്കാനോ ഈ ഭക്ഷണം കഴിക്കാനോ എനിക്കൊരു കഴിവുമില്ല, നീ തന്ന കഴിവ് മാത്രമാണുള്ളത് എന്നാണ് ഇതിന്റെ ഏകദേശ അർത്ഥം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്നാണ് ഇതിന്റെ ആ ഒരു മുഴുവനായിട്ടുള്ള പോർഷൻ. ചുരുങ്ങിയത് അൽഹംദുലില്ലാ എന്നെങ്കിലും പറയണം. നമുക്ക് എത്ര അനുഗ്രഹമാണ് അല്ലാഹു തന്നത്. നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹം തിരിച്ചറിയണമെങ്കിൽ മുമ്പ് പറയാറുണ്ട് RCCയിലേക്ക് പോയാൽ മതി. RCC പോകണ്ട, നമ്മുടെ തൊട്ടടുത്തുള്ള ഏത് ആശുപത്രിയിൽ പോയാലും അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്കറിയാൻ പറ്റും. തൃശ്ശൂര് ഒരു ഹോസ്പിറ്റലുണ്ട്, തൃശ്ശൂർ ജില്ലയിൽ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എലൈറ്റ് എന്നാണ് ആ ഹോസ്പിറ്റലിന്റെ പേര്, എലൈറ്റ്. അവിടെ കൂടുതൽ ചികിത്സക്കായിട്ട് വരുന്നത് ആരെന്നറിയോ? ഈ ചെറിയ കുട്ടികളാണ്. 10 വയസ്സിന് മുകളിലുള്ള 10 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. മുകളിലും താഴെയൊക്കെ ആയിട്ട് കുട്ടികൾ വരാറുണ്ട്. എന്താണ്? മുഖത്തും ശരീരത്തൊക്കെ അംഗവൈകല്യമുള്ള കുട്ടികളെ സ്പെഷ്യലായിട്ട് നോക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. അവിടെ അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും തന്നിട്ടുള്ള നിഅമത്ത് തിരിച്ചറിയണമെങ്കിൽ ചിരിച്ചുകൊണ്ട് കയറിയാൽ കരഞ്ഞുകൊണ്ടേ നമുക്ക് ഇറങ്ങാൻ പറ്റും. എന്റെ ഒരു സുഹൃത്ത് അവിടെ പോയി, അദ്ദേഹം പറഞ്ഞ ആ ഒരു അനുഭവമുണ്ട്. അദ്ദേഹം അങ്ങോട്ട് കടന്നു ചെന്നപ്പോ ഓരോ വാർഡിലും ഓരോ കുട്ടിയെയും മടിയിലിരുത്തി ഉമ്മമാരിങ്ങനെ കരയുകയാ, അമ്മമാര് കരയുകയാ. ഒരു കുട്ടിയുടെ അവസ്ഥ എന്താണെന്നറിയോ? ആ കുട്ടി ജനിച്ചു 1 മാസമായിട്ടുള്ളൂ. ആ കുട്ടിയുടെ മുഖം കണ്ടാൽ പേടി തോന്നും, പേടിച്ചു പോകും. ആ കുട്ടിയുടെ മൂക്ക്, നമുക്കൊക്കെ ചെറിയ മൂക്കല്ലേ വളച്ചെന്ന് പറഞ്ഞത്, വലിയ മൂക്കാണ്, വലിയ മൂക്കാണ്. കുട്ടി കണ്ണ് തുറന്നാൽ ഒന്നും കാണൂല, കാണുന്നത് മൂക്കിന്റെ ദശയാണ്. ഈ മൂക്കിങ്ങനെ ഇവിടന്നിങ്ങനെ വളർന്നു, ഇവിടന്നേ ഇങ്ങനെ വളർന്ന് വലിയ ഹോളാ മൂക്കിന്. ഈ മുകളിലത്തെ ചുണ്ടില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ എന്താ അവസ്ഥ. നമ്മുടെ ഒരു കണ്ണാടിയുടെ മുമ്പിൽ നമുക്ക് നന്നായി മൂക്കുന്ന് ഇങ്ങനെ തിരിച്ചു നോക്കിയേ, മൂക്ക് അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയ നമ്മുടെ മുഖം തന്നെ മാറും. നമുക്ക് തന്നെ പേടിയാ ഇല്ല, ഇങ്ങോട്ടാക്കിയ ആ കുട്ടിയുടെ മൂക്കിങ്ങനെ വളർന്നിരിക്കുകയാണ്. അതിന് ഓപ്പറേഷൻ ചെയ്യണം. 10 വയസ്സിന്റെ ഉള്ളിൽ 24 ഓപ്പറേഷൻ ചെയ്യണം. ആ മൂക്കും ആ ചുണ്ടൊക്കെ നേരെയാവാം. ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ 100 രൂപയോ 200 രൂപയല്ലോ, എത്രയോ കോടി രൂപയാണ്, എത്രയോ ലക്ഷം രൂപയാണ്. നമുക്ക് അള്ളാഹു നല്ല മക്കളെ തന്നില്ലേ, നല്ല പേരക്കുട്ടികളെ തന്നില്ലേ, നല്ല മരുമക്കളെ തന്നില്ലേ. നമുക്ക് തന്നെ അള്ളാഹു തആല എത്രയോ അനുഗ്രഹങ്ങൾ തന്നു. എത്ര അൽഹംദുലില്ലാ പറയണം, എത്ര പടച്ചോനെ സ്തുതിക്കണം. അൽഹംദുലില്ലാ ഒന്ന് മനസ്സറിഞ്ഞ് പറഞ്ഞ് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ആ ഉമ്മ ആ കുട്ടി ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കരയുകയാ, വീണ്ടും നോക്കി കരയുകയാ. മറ്റൊരു കുട്ടി, ആ കുട്ടിയുടെ ഒരു ചെവി ഉള്ളിലേക്ക് ഇങ്ങനെ മടങ്ങിയിരിക്കുക, ചെവിയില്ല, ചെവി ഉള്ളിലേക്ക് മടങ്ങി, മറ്റേ ചെവി ഇങ്ങനെ വലുതായിട്ടിരിക്കും. ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് വേണമെങ്കിൽ ചുരുക്കി എന്തെങ്കിലും അബദ്ധം പറ്റി, തലച്ചോറിന് എന്തെങ്കിലും പറ്റിയാൽ ഡോക്ടർമാർ ഉത്തരവാദിയല്ല, മാതാപിതാക്കൾ എന്ത് ചെയ്യണമെന്നറിയില്ല. ഇങ്ങനെ എത്രയോ കുട്ടികൾ മൂക്കിന് പ്രശ്നം, വായക്ക് പ്രശ്നം. നമുക്ക് അല്ലാഹു മക്കളെ തന്നു, നല്ല ആരോഗ്യമുള്ള മക്കളെ തന്നു, കുടുംബം തന്നു, വാഹനം തന്നു, വീട് തന്നു, വരുമാനം തന്നു. എത്ര പ്രാവശ്യമാണ് നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയേണ്ടത്? അതുകൊണ്ട് സുന്ദര ബന്ധങ്ങൾ എന്ന സുന്ദരമായ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോ നമ്മുടെ വിഷയത്തിന്റെ രണ്ടാമത്തെ സെക്ഷനിലാണ് നമ്മൾ ഉള്ളത്. നമ്മൾ അള്ളാഹുവിനോടുള്ള ബന്ധം നമ്മൾ നന്നാക്കേണ്ടതുണ്ട്. എത്രയോ അനുഗ്രഹങ്ങളാ പടച്ചവൻ തന്നത്. ഒരു മനുഷ്യൻ അവൻ അൽഹംദുലില്ലാ എന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാന്റെ ഹബീബ് പറയുകയാണ്, അൽഹംദുലില്ലാ തംലഉൽ മീസാൻ. നാളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോ, അള്ളാഹുവിന്റെ മഹ്ശറയിലേക്ക് കടന്നു ചെല്ലുമ്പോ നമ്മുടെ നന്മയും
തിന്മയും തൂക്കുന്ന തുലാസ് ഉണ്ടല്ലോ, മീസാൻ എന്ന തുലാസ് ഉണ്ടല്ലോ. ആ മീസാൻ എന്ന തുലാസില് നമ്മുടെ നന്മകൾ ഭാരം കൊണ്ട് തൂങ്ങണമെങ്കിൽ പറയണം എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന് പറയണേ, അൽഹംദുലില്ലാ എന്ന് പറയണേ. നിങ്ങൾക്കറിയുമോ, മഹാനായ വലിയ സ്വാത്വികനായ ആളായിരുന്നല്ലോ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ആരാന്നറിയോ? 10 ലക്ഷം ഹദീസ് മനപ്പാഠമാക്കിയ മഹാ. 10 ലക്ഷം ഹദീസ് മാത്രമല്ല, എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് 300 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് കിടക്കും. ഇവിടെ തസ്ബീഹ് നിസ്കരിക്കാൻ പറഞ്ഞു. എന്താ തീരാത്തതെന്താ തസ്ബീഹ് നിസ്കാരം. 300 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് മൂപ്പര് എല്ലാ ദിവസവും കിടക്കാറുണ്ട്. 10 ലക്ഷം ഹദീസ് മനപ്പാഠമാണ്. മൂപ്പര് മരിച്ചപ്പോ എത്ര ആൾ മയ്യിത്ത് നിസ്കരിക്കാണ്ടെന്നറിയോ? നമുക്കൊക്കെ 10 വരെ കിട്ടി അല്ലെ? അല്ലാഹു തആല മൂപ്പർക്ക് കൊടുത്ത അനുഗ്രഹം എന്തെന്നറിയോ? 20 ലക്ഷം ആളുകളാണ് 20 ലക്ഷം ആളുകളാണ് അന്ന് മഹാനവറുകളുടെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി തടിച്ചുകൂടിയതെന്ന്. അദ്ദേഹം വഫാത്തായി ദിവസങ്ങൾ കഴിഞ്ഞു. മഹാനവറുകളുടെ ഒരു ശിഷ്യൻ അബൂ ഹുസൈമ എന്ന് പറയുന്ന ശിഷ്യൻ മഹാനവറുകളെ സ്വപ്നത്തിൽ കണ്ടു. നോക്കുമ്പോ ഉസ്താദ് വലിയ സന്തോഷത്തിലാണ്, ആഹ്ലാദത്തിലാണ്, സ്വർഗത്തിൽ ഇരിക്കുന്നത് മാതിരി തോന്നുകയാ. ചോദിച്ചു, ഉസ്താദേ, നിങ്ങൾക്ക് 10 ലക്ഷം ഹദീസ് മനപ്പാഠമുണ്ടല്ലോ, നിങ്ങൾ ഒരുപാട് നിസ്കരിച്ചവരാ, ഖുർആൻ ഓതിയവരാ. അല്ലാഹു തആല നിങ്ങളിൽ നിന്നും ഏത് അമലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലാഹു വേഗത്തിൽ സ്വീകരിച്ചത്? ആ സമയത്ത് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, മോനെ, എന്റെ ഹദീസ് അല്ലാഹു സ്വീകരിക്കുന്നതിന് മുമ്പ്, എന്റെ നിസ്കാരം അല്ലാഹു കബൂലാക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാ ദിവസവും പറയുന്ന അൽഹംദുലില്ലാ എന്ന വാക്ക്, അതാണ് അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതാണ് അല്ലാഹുമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ടാവാനുള്ള കാരണം. അൽഹംദുലില്ലാ എന്ന ദിക്റാണെന്ന് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഒരുപാട് രോഗികളായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലേ. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ അസുഖങ്ങളും രോഗങ്ങളും ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അപ്പോൾ നമ്മുടെ രോഗങ്ങൾ ശിഫയാവണം. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ എല്ലാവരുടെയും രോഗങ്ങൾ ശിഫയാവാൻ വേണ്ടി നമുക്കൊന്ന് ദുആ ചെയ്താലോ? എല്ലാവരും ഒന്നിച്ചൊന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസാനാ ബിദ്ദുആ യാ ശാഫിയൽ അംറാൽ. അല്ലാഹുമ്മ
اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ. നമ്മൾ കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് പടച്ചവൻ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് പേര് നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ദുആ വസിയത്ത്. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മക്കളില്ലാതെ വിഷമിക്കുന്നവർ, അതുപോലെ വീടുമായി ബന്ധപ്പെട്ട് പ്രവാസികളായ ഒരുപാട് പേര് വിഷമിക്കുന്നു, സങ്കടപ്പെടുന്നു. അല്ലാഹു എല്ലാവർക്കും എല്ലാവിധ ഖൈറും സമാധാനവും റാഹത്തും കൊടുക്കട്ടെ, ഇസ്സത്ത് പ്രദാനിക്കട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.